كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله ولو آمن أهل الكتاب لكان خيرا لهم منهم المؤمنون وأكثرهم الفاسقون. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله السميع العليم من الشيطان الرجيم. ومن يبتغي غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരനായ സത്യവിശ്വാസികളെ, എൻ്റെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരങ്ങളെ, ദൈവം തമ്പുരാൻ പടച്ചുണ്ടാക്കിയ ഈ സൃഷ്ടിപ്രപഞ്ചത്തിലെ കോടാനുകോടി ജീവജാലങ്ങളിലെ ഒരു ജീവി വർഗമാണ് മനുഷ്യൻ എന്നുള്ളത്. എന്നാൽ നമ്മുടെ ഈ ചുറ്റുപാടും കാണുന്ന ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മറ്റു സൃഷ്ടികളിൽ നിന്നും ഇതര സൃഷ്ടികളിൽ നിന്നും എന്തുകൊണ്ടും വ്യത്യസ്തനാണ്, വിഭിന്നനാണ് ഇരുകാലിയായ മനുഷ്യൻ എന്നുള്ളത്. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയായാലും അവിശ്വാസിയായാലും വിശ്വാസമേ ഇല്ലാത്തവനായാൽ പോലും അവൻ്റെ ജീവിതം മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തമാണ്. സാമൂഹികമായ ചുറ്റുപാടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന, തനിക്ക് ദൈവം തമ്പുരാൻ നൽകിയ ബുദ്ധി കൊണ്ട് ആലോചിച്ച് ചിന്തിച്ച് കാര്യങ്ങളിൽ തീരുമാനമെടുത്തുകൊണ്ടിരിക്കുന്ന മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തമായി ശാരീരികമായും അതേപോലെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ജീവിവർഗമാണ് മനുഷ്യൻ എന്നുള്ളത്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ അവൻ്റെ ജീവിതത്തിന് ഒരു ചിട്ടയും അതേപോലെ തന്നെ നിയമങ്ങളും നടപടികളും ഒക്കെ ഉണ്ടാകുന്നത് മറ്റു നാൽക്കാലികളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യന്റെ ജീവിതത്തിന് മാറ്റമുണ്ടാകേണ്ടത് അവന്റെ ജീവിതത്തിന് ഉണ്ടാകേണ്ട ലക്ഷ്യങ്ങളും ജീവിതത്തിൽ അവൻ സൃഷ്ടിച്ചു വെക്കുന്ന
അവന്റെ ജീവിത മാർഗങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നിടത്താണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പരമപ്രധാനമായ ലക്ഷ്യം ഈ ജീവിതം കൊണ്ട് അവൻ കൃത്യമായി നേടിയെടുക്കേണ്ടത് അവന്റെ തറവാട്ടിലേക്ക് മടങ്ങിപ്പോകാനുള്ള ഒരു വിഭവം ഒരുക്കുക എന്നുള്ളതാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ തറവാട് എന്നുള്ളത് ആദിമ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തറവാട്. ലോകത്തുള്ള സർവ മനുഷ്യരും നിങ്ങൾ ഒരൊറ്റ ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട ധാരാളം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന തിരിച്ചറിയാൻ വേണ്ടി മാത്രം ഗോത്രങ്ങളും അതേപോലെയുള്ള വീട്ടുപേരുകളിലുമൊക്കെ അറിയപ്പെടുന്ന, എന്നാൽ ഒരൊറ്റ ആണിന്റെയും പെണ്ണിന്റെയും സന്തതിയായ മനുഷ്യൻ അവന്റെ ആദിമ പിതാവായ ആദമിന്റെ തറവാട്ടിലേക്കാണ് തിരിച്ചു പോകേണ്ടത്. ആ തറവാട് ഏതാണ് എന്നുള്ള കാര്യത്തിൽ അവിതർക്കിതമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം എവിടെ വെച്ച് സൃഷ്ടിക്കപ്പെട്ടുവോ ആ സൃഷ്ടിക്കപ്പെട്ട സ്വർഗത്തിലേക്കാണ് നമുക്കേവർക്കും തിരിച്ചു പോകാനുള്ളത്. ആ സ്വർഗത്തിലേക്ക് തിരിച്ചു പോകാനുള്ള പാതേയമാണ് ഈ ജീവിതം കൊണ്ട് മനുഷ്യൻ ഒരുക്കേണ്ടത്. ആ പാതയം ഒരുക്കാനുള്ള വിഭവങ്ങളാണ് റബ്ബ് സുബ്ഹാനഹു വ തആല കാലാകാലങ്ങളായി വന്ന മഹാന്മാരായ സത്യവിശ്വാസികളായ സൽപാന്താവിലേക്ക് നയിക്കുന്നവരായ പ്രവാചകന്മാരിലൂടെ നമുക്ക് നൽകിയിട്ടുള്ളത്. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്ന അവസരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കൊടുക്കുന്ന ഒരു നിർദ്ദേശമുണ്ട്. ഇവിടെ നിന്ന് നിങ്ങളെ പടിയടച്ച് പിണ്ടം വെച്ചു എന്നല്ല, മറിച്ച് തിരിച്ചു വരാനുള്ള മാർഗങ്ങൾ ലഭിച്ചേക്കാം. ഖാലഹ്ബിതാ മിൻഹാ ജമീഅ ബഅ്ദുകും ലിബഅ്ദിൻ അദുവ് ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ ഫമനിത്തബിഅ ഹുദായ ഫലാ യളില്ലു വലാ യഷ്ഖാ. നിങ്ങൾ ഇരുവരും ഇവിടെ നിന്ന് പോകണം. ബഅ്ദുകും ലിബഅ്ദിൻ അദുവ്. ഈ ഇഹലോക ജീവിതത്തിൽ മനുഷ്യൻ അങ്ങനെയാണ്. പരസ്പരം സ്നേഹത്തിൽ വർത്തിക്കുന്നവരുണ്ടാകാം, എന്നാൽ ചിലർക്ക് ശത്രുക്കളായി ഭവിച്ചേക്കാം. പൈശാചികമായ പ്രേരണയിൽ മുഴുകി മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്നവരുണ്ടായേക്കാം. മാനസികമായ മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യത്തിന് തടസ്സം നിൽക്കുന്ന മനുഷ്യന്റെ പരമപ്രധാനമായ ശത്രുക്കൾ ഉണ്ടായേക്കാം. എന്നാൽ എന്നിൽ നിന്ന് നിങ്ങൾക്ക് മാർഗദർശനം വരുമ്പോൾ ആ മാർഗദർശനം വരുന്നതിനെ ഫമനിത്തബിഅഹുദായ, ആ മാർഗദർശനത്തെ ആര് പിന്തുടരുന്നുവോ ഫലാ യളില്ലു വലാ യഷ്ഖാ, അവൻ വഴിപിഴക്കുകയോ പ്രയാസത്തിലാവുകയോ ചെയ്യുകയില്ല എന്ന് സൂറത്തു ത്വാഹയിലൂടെ പടച്ച തമ്പുരാൻ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അള്ളാഹു തന്റെ വാഗ്ദാനം നിറവേറ്റുകയാണ്. അള്ളാഹുവിന്റെ ആ ലംഘിക്കപ്പെടാത്ത അള്ളാഹുവിന്റെ കരാർ, ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ, എന്നിൽ നിന്നുള്ള മാർഗദർശനം വരുമെന്ന അള്ളാഹുവിന്റെ ആ കരാർ പാലിക്കപ്പെട്ടതിന്റെ ഫലമായിട്ടാണ് കാലാകാലങ്ങളിലായി പ്രവാചകന്മാർ വന്നത്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെ, മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെ, അതിനിടക്ക് കഴിഞ്ഞുപോയ അനേകം പ്രവാചകന്മാരെ പോലെ അവസാനമായി പ്രവാചകന്മാർക്ക് പ്രവാചക ശ്രേണിയിലെ അന്തിമ കണ്ണിയായി മഹാനായ റസൂലുന മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നതുപോലെ കാലാകാലങ്ങളിലായി പ്രവാചകന്മാർ കടന്നു വന്നു. തങ്ങളുടെ സമുദായത്തിൽ നിലനിന്നിരുന്ന തങ്ങളുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ, അല്ലെങ്കിൽ അവരെ ആത്യന്തികമായി അവരുടെ തറവാട്ടിലേക്ക് പോകുന്നതിനെ തടയുന്ന അവരിൽ വളർന്നു വന്നിരുന്ന കാര്യങ്ങളെ വിശദീകരിച്ചുകൊണ്ട് അതിൽ നിന്ന് അവരെ താക്കീത് നൽകിക്കൊണ്ട് സ്വർഗത്തിലേക്കുള്ള പാതയെ ഒരുക്കിക്കൊണ്ട് പ്രവാചകന്മാർ കടന്നുപോയി. ആ പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളും അവതരിച്ചു. അങ്ങനെ അവസാനമായി ഖിയാമത്ത് നാൾ വരെയുള്ള, ഈ ലോകത്തിന്റെ അന്ത്യനാൾ വരെയുള്ള മനുഷ്യന്മാർക്ക് മാതൃകയായി, മനുഷ്യർക്ക് സ്വർഗത്തിലേക്കുള്ള പാതയൊരുക്കുന്ന വഴികാട്ടിയായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിക്കുകയാണ്. ആ
ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ 23 വർഷക്കാലത്തെ പ്രവാചക ജീവിതത്തിനിടയിൽ പലപ്പോഴായി സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് മനുഷ്യകുലത്തിന് മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിൽ വേദഗ്രന്ഥങ്ങളുടെ അവസാനത്തെ പതിപ്പായ എല്ലാ വേദഗ്രന്ഥങ്ങളെയും സത്യപ്പെടുത്തിക്കൊണ്ട് എല്ലാ വേദഗ്രന്ഥങ്ങളിലെയും സ്ഥിരപ്പെടുത്തിക്കൊണ്ട് കാലാകാലങ്ങളിലായി കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ മരണത്തോടുകൂടി അസ്ഥിരമായ വേദഗ്രന്ഥങ്ങൾക്ക് നിന്നും വ്യത്യസ്തമായി ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്. അങ്ങനെ പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ഇസ്ലാം എന്ന മഹത്തായ സന്ദേശത്തെ ജനങ്ങളിലേക്ക് 23 വർഷക്കാലത്തെ ജീവിതം കൊണ്ട് എത്തിച്ചുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദായിൽ തന്റെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജ് നിർവഹിച്ചു കൊണ്ടിരിക്കെ ആയത്തിറങ്ങുകയാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം നിങ്ങളുടെ മതത്തെ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, അതേപോലെ തന്നെ എൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങളുടെ മേൽ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, അതേപോലെ തന്നെ ഇസ്ലാമിനെ മതമായി നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം എന്ന മഹത്തായ സന്ദേശത്തെ നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഇസ്ലാം എന്ന പരിശുദ്ധമായ സന്ദേശത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു തന്നു, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അല്ലാഹുവിങ്കൽ സ്വീകാര്യമായ മതം അത് ഇസ്ലാം മാത്രമാണ്. നിർത്തിയില്ല റബ്ബ് പറഞ്ഞു തന്നു, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു. ഇസ്ലാം അല്ലാത്ത വല്ലതും ആരെങ്കിലും ആഗ്രഹിച്ചാൽ, ആരെങ്കിലും പ്രവർത്തിച്ചാൽ ഫലൻ യുഖ്ബല മിൻഹു, അവനിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുകയില്ല. തീർന്നില്ല, വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. നാളെ പരലോകത്തെത്തുമ്പോൾ, നാളെ അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ മിനൽ ഖാസിരീൻ, അവൻ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ തറവാട്ടിലേക്ക്, സ്വർഗമാകുന്ന തറവാട്ടിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടവനായി തീരും എന്ന് പഠിപ്പിക്കുമ്പോൾ നമ്മുടെ സ്വർഗത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകണം, നമ്മുടെ തറവാട്ടിലേക്ക് നമുക്ക് തിരിച്ചു പോകണം, നമ്മുടെ സ്വർഗമാണ് നമുക്ക് വേണ്ടത് എന്ന ലക്ഷ്യത്തോടു കൂടി ഇസ്ലാം എന്ന മഹത്തായ സന്ദേശത്തെ മുറുകെ പിടിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നാളെ പരലോകത്തെത്തുമ്പോഴുള്ള നഷ്ടം എന്താണെന്ന് പരിശുദ്ധ ഖുർആൻ വീണ്ടും നമുക്ക് പറഞ്ഞു തരികയാണ്. ഇന്നഹു മയ്യഅതി റബ്ബഹു മുജ്രിമൻ ഫഇന്ന ലഹു ജഹന്നം ലാ യമൂതു ഫീഹാ വലാ യഹ്യാ. ഇന്നഹു മയ്യഅതി റബ്ബഹു മുജ്രിമ, അക്രമിയായിക്കൊണ്ട് ഇസ്ലാമിനെ സ്വീകരിക്കാതെ, പ്രവാചകനെ അനുസരിക്കാതെ, അള്ളാഹുവിനെ ഓർക്കാതെ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഫഇന്ന ലഹു ജഹന്നം ലാ യമൂതു ഫീഹാ വലാ യഹ്യാ, അവന് നരകമാണുള്ളത്. വലാ യമൂതു ഫീഹാ വലാ യഹ്യാ, ലാ യമൂതു ഫീഹാ വലാ യഹ്യാ, അവൻ ആ നരകത്തിൽ മരിക്കുകയോ ജീവിക്കുകയുമില്ല. മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്കുള്ള ഒരു സമയത്തോടെ, ഒരു സന്ദർഭത്തിൽ അവൻ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും എന്ന് സാരം. അതേപോലെ തന്നെ എന്നാൽ ഇസ്ലാം അനുസരിച്ച്, ഇസ്ലാമിനെ മുറുകെ പിടിച്ച്, പ്രവാചകനെ ജീവിതത്തിൽ പകർത്തി, ഖുർആൻ അനുസരിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വമൻ യഅതിഹി മുഅ്മിനൻ ഖദ് അമില സ്വാലിഹാത്ത്, വിശ്വാസിയായിക്കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് പോയ സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ പകർത്തിയവനെ സംബന്ധിച്ചിടത്തോളം ഫഉലൈക ലഹുമുദ് ദറജാതുൽ ഉലാ, അവനാകുന്നു ഉന്നതമായ സ്ഥാനങ്ങളുള്ളത്. എന്താണ് ആ ഉന്നതമായ സ്ഥാനം? ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗീയ പൂങ്കാവനം, സ്വർഗീയ ആരാമങ്ങൾ അവനുള്ളതാണ്. ഖാലിദീന ഫീഹാ, അവനത് നിത്യവാസിയായിരിക്കും. വദാലിക ജസാഉ മൻ തസക്ക, അതാണ് ഹൃദയത്തെ പരിശുദ്ധമാക്കിയ കളങ്കിതമായ ജീവിതത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് ഇസ്ലാമിനെ നിറച്ച, ഹൃദയത്തിലേക്ക് ഇസ്ലാമിന്റെ സത്യസന്ദേശത്തെ നിറച്ചവനെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യം എന്നും പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുമ്പോൾ, സഹോദരങ്ങളെ, ഇസ്ലാമല്ലാത്ത ഒരു മതം, ഏകദൈവമായ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന, നമ്മെ സൃഷ്ടിച്ച് നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിലേക്ക് ക്ഷണിക്കുന്ന അവിശ്വാസികളും അക്രമകാരികളും പോലും മഹാനായി വാഴ്ത്തുന്ന, ലോകത്തെ ഉത്തമ മാതൃകക്ക് ഉടമസ്ഥനായ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നയിച്ച പാതയിലൂടെ
അത്ഭുതങ്ങളിൽ അത്ഭുതമായ പരിശുദ്ധ ഖുർആൻ നമുക്ക് കാണിച്ചു തന്ന ജീവിത രീതിയിലൂടെ ജീവിക്കാൻ, ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. നമുക്കേവർക്കും അറിയാവുന്ന കാര്യമാണ്, അല്ലാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്നുള്ള ആ പരമമായ സത്യത്തിലേക്ക് നയിക്കുന്ന പാതയാണ് ഇസ്ലാം എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ ഇസ്ലാമിന്റെ വക്താക്കളായി അള്ളാഹുവിനെ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അള്ളാഹുവിലേക്ക്, അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ സൽക്കർമ്മങ്ങൾ നിറച്ചവനായി, ഹൃദയത്തെ ശുദ്ധീകരിച്ചവനായി, ഇസ്ലാം നിറച്ചവനായി, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനായി തിരിച്ചു പോകാൻ, അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ, നമുക്കൊരുക്കി വെച്ച നമ്മുടെ തറവാട്ടിലേക്ക് തിരിച്ചു പോകാൻ നമുക്ക് ഏവർക്കും സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.